ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് കുട്ടികൾ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചു എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നീറ്റ് റിപ്പീറ്റേഴ്സാണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ഫേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യൂ, അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ളൊരു മറുപടി ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് പേര് ചോദിച്ച ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതെല്ലാം എന്താണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചതാണ് പഠിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, ഇതിനുള്ള ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഐഡൻറ്റിഫൈ യുവർ പ്രോബ്ലം ഫസ്റ്റ്. കാരണം എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യ പ്രശ്നം നമുക്ക് സോൾവ് ആകും. അപ്പോൾ എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത്? ടൈം മാനേജ്മെൻറ്റ് പ്രോബ്ലം ആണോ, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ വായിച്ചിട്ട് മനസ്സിലാവാത്തത്, ക്ലാസ് എടുത്തിട്ട് മനസ്സിലാവാത്തത്, അങ്ങനെയുള്ള എവിടെയാണ് എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് പഠിക്കുന്നതിൽ എന്ന് ആദ്യം കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയാൽ തന്നെ നമ്മുടെ പകുതി പ്രോബ്ലംസും സോൾവ് ആകും. കാരണം അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തിയാൽ മതി. അപ്പോൾ അതിവിടുത്തെ പൂച്ചയാണ്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടേതായ പഠിക്കാനുള്ള ഒരു ഫ്ലോ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ഇരുന്ന് പഠിക്കുന്നവരാകാം, രാത്രി ഇരുന്ന് പഠിക്കുന്നവരാകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ള ആ ഒരു ടൈം നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ലേറ്റ് നൈറ്റ് ഇരിക്കുന്നവരാണെങ്കിലും അങ്ങനെ, ഇപ്പോൾ ക്ലാസ്സൊക്കെ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് പോകുന്നവരാണെങ്കിൽ ലേറ്റ് നൈറ്റ് ഇരിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം പിറ്റേ ദിവസം നേരത്തെ തന്നെ എണീറ്റ് ക്ലാസ്സിൽ പോകണം, പിന്നെ അവിടുത്തെ ഇതൊക്കെ ആയിട്ട് ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം ഓഫ്ലൈൻ പോകുന്നവരാണെങ്കിൽ മാക്സിമം രാവിലെ എണീച്ച് പഠിക്കുന്ന ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങി അവിടുത്തെ ആ ഒരു ഇത് നമുക്ക് കിട്ടാതെ പോകരുതല്ലോ. അപ്പോൾ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഓൺലൈൻ ആണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം നമ്മുടെ ടൈമിൽ. അതാണ് ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക, പഠിക്കാനുള്ള ടൈം പ്രോപ്പറായിട്ട് ഇതാക്കാം. പിന്നെ നമുക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഒരു സ്ഥലം പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുക. ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, നമുക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥലം, അതാണ് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കാൻ നമുക്ക് കൂടുതൽ ഇപ്പോൾ ഒരു സ്ഥലം തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയിരുന്ന് വെറുതെ വായിക്കുന്നതാവാം. ഇതെല്ലാം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എനർജറ്റിക് ആയിട്ട് നമുക്ക് കൂടുതൽ തല കയറുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പോട്ട് ചൂസ് ചെയ്യാം പഠിക്കുന്നതിനായിട്ട്. ഇതിനെല്ലാം ഉപരി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഡെഡിക്കേഷനാണ്. ഞാനിപ്പോൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു വർഷക്കാലം മൊത്തം നിങ്ങളുടെ മൈൻഡിൽ ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ഈ ഒരു വർഷം ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ മൈൻഡിൽ എന്നും ഉണ്ടാവും. ഇപ്പോൾ ഓൺലൈൻ ഇരിക്കുന്നവർക്കായിരിക്കും ഇതിൽ സ്ട്രഗിളായിട്ട് തോന്നുന്നത് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഒന്നാമത് സോഷ്യൽ മീഡിയാസ്, പിന്നെ വീട്ടിൽ വേറെ ഒരു ഗസ്റ്റ് വന്നാൽ മതി, നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പം മാക്സിമം ഇപ്പോൾ ഫംഗ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ. ഇപ്പോൾ പാരൻസിനാണെങ്കിൽ പോലും മനസ്സിലാവണമെന്നില്ല. നമ്മൾ വന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അത് മനസ്സിലാവണമെന്നില്ല. കാരണം അവർ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ഇതൊക്കെ. അപ്പോൾ മാക്സിമം നിങ്ങൾ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു ഡെഡിക്കേഷൻ ആ ഒരു ഇയർ ഫുള്ള് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കുക, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവരെ നോക്കിയിട്ട് ഞാനത് ഫോളോ ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത്, നമ്മുടെ കാലിബർ എന്താണോ അത് മനസ്സിലാക്കി ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ഓവർലോഡ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കും, എത്രത്തോളം പോർഷൻസ് ഇന്നൊരു ദിവസം തീർക്കാൻ കഴിയും എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ രീതി അനുസരിച്ചാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. പിന്നെ എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് ഞാൻ കവർ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ നിങ്ങൾ എന്തായാലും തയ്യാറാക്കുക. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇത്രത്തോളം ഒരു ദിവസത്തിൽ ഞാൻ ഇത്രത്തോളം പഠിച്ചു കഴിഞ്ഞല്ലോ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ചില സമയങ്ങളിൽ അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ആ ടൈമിൽ അത് നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുക. കാരണം എല്ലാവർക്കും എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാ ദിവസങ്ങളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതുപോലെ ഒന്നും നടന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ഡിപ്രസ്ഡ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു
നമ്മളൊരു കഴിവ് മനസ്സിലാക്കിയിട്ട് വേണം അത് പ്രിപ്പയർ ചെയ്യാൻ. നമുക്ക് ഇന്നത് പഠിച്ച് തീർക്കാൻ എത്ര സമയം വേണം എന്നുള്ളൊരു നിഗമനം നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ഒരു ഇതനുസരിച്ചിട്ട് വേണം അത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് കൂടുതൽ ഓവർലോഡായിട്ട് തോന്നില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം പറ്റുന്നതായിരിക്കും. പിന്നെ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ അതെന്നും നമുക്ക് ഒരു ഉപകാരമാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ചെയ്യുക, അതാണ് ഞാൻ ടു ഡു ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മെയിനായിട്ട് അവർ ലാക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കൂല, പിന്നെ ടൈം മാനേജ്മെൻറ്റ്. ഇത് രണ്ടും നല്ലൊരു ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്തായാലും പഠിച്ചിരിക്കണം, കാരണം ഫിസിക്സും കെമിസ്ട്രിയും ക്വസ്റ്റ്യൻസിലൂടെ പോകുന്നതാണ്. പിന്നെ കെമിസ്ട്രി എന്തായാലും, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി അങ്ങനെ പോലുള്ള എല്ലാം ഒരുവിധം എല്ലാം NCERT വായിക്കണം. എന്നാൽ പോലും പ്രോബ്ലംസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്തായാലും നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പോൾ പ്രോബ്ലംസ് ഞാനിപ്പോൾ തിയറി പഠിക്കുക, പ്രോബ്ലം പിന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസം മാറ്റി വെക്കുമ്പോഴും അത് നമുക്ക് ഓവർലോഡായിട്ട് പിന്നെ എങ്ങനെ ഒരു പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് തന്നെ ചെയ്ത് പഠിക്കുക. പിന്നെ വായിക്കേണ്ടെന്നല്ല, നമ്മൾ തിയറി പക്ക ആക്കുക, മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക. അത് തന്നെയാണ്, പ്രാക്ടീസിലൂടെ തന്നെയാണ് നമുക്ക് ഈ നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള മെയിൻ തിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഇനി ബയോളജി ആണെങ്കിൽ നമ്മൾ ബയോളജിയിൽ കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്ന ഒരു വിഷയമാണ് ബയോളജി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആക്കാൻ ചാൻസ് ഉള്ളതും ബയോളജിയാണ്. ഇപ്പോൾ നന്നായിട്ട് ഒരു പ്രിപ്പയർ ചെയ്ത ഒരാൾക്കാണെങ്കിൽ, ബയോളജിയിൽ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാണെങ്കിൽ നെഗറ്റീവ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ബയോളജിയിലാണ്. കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളിലായിരിക്കും നമ്മുടെ ഓരോ മാർക്കുകളും പോകുന്നത്. അതുകൊണ്ട് തന്നെ ബയോളജി നമ്മൾ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. ഈ ചാപ്റ്റർ എനിക്ക് അറിയാലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ല. കാരണം ബയോളജിയിൽ അത്രയും മൈന്യൂട്ടായിട്ട് ഉള്ളിലേക്ക് കയറി കൺസെപ്ഷ്യലായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ബയോളജി എന്ന് പറയുമ്പോൾ. എന്നാലാണ് നമുക്കൊരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ബയോളജിയിൽ ഈ ഒരു കൺസെപ്റ്റിനനുസരിച്ചാണോ ഈ ക്വസ്റ്റ്യൻ വരിക എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ബയോളജി നിങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുപോകണം. നന്നായിട്ട് റിവൈസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ബയോളജി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസോ മറ്റ് പലതരം കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പെൻഡിങ് ആയി പോയാൽ, ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് പെൻഡിങ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും, ആ പെൻഡിങ് തീർക്കാൻ പിറ്റേ ദിവസം ഇരിക്കും. പക്ഷേ പിറ്റേ ദിവസം അങ്ങനെ പെൻഡിങ് തീർക്കാൻ ഇരിക്കുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തുള്ളത് നമുക്ക് പെൻഡിങ് ആയിട്ട് മാറും. അപ്പോൾ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത്, കാരണം അത് വൻ മണ്ടത്തരാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെൻഡിങ്ങുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. സോ അത് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്ത് ഓർഡറിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഓർഡർ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. പെൻഡിങ്ങിൻ്റെ മേളിലിരുന്ന് കൂടുതൽ പെൻഡിങ്ങുകൾ ഉണ്ടാക്കാതെ ഈ ഒരു രീതിയിൽ കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫ്ലോ എന്താണോ അതിനനുസരിച്ച് തന്നെ പോകാൻ നോക്കുക. പിന്നെ ലാസ്റ്റ് എല്ലാ ടോപ്പിക്സും എടുത്ത് കഴിഞ്ഞിട്ട് റിവിഷനൊക്കെ ആയിട്ട് കുറേ സമയം കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ എക്സാംസ്, ഇപ്പോൾ സൈലത്തിലാണെങ്കിൽ GIB പോലുള്ള എക്സാംസിൻ്റെ ഇടയിൽ നമുക്ക് എന്തായാലും 2 ദിവസം ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൽ ഈ പെൻഡിങ്സ് നമുക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ റിവിഷൻ ലാസ്റ്റ് ടോപ്പിക്സ് എല്ലാം എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു സമയം കിട്ടും. ആ ടൈമിൽ ഇത് നമ്മൾക്ക് പെൻഡിങ് ഉണ്ട് എന്ന് നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ടൈം നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ പെൻഡിങ് ആയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ. കാരണം അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതായിരിക്കും മെയിൻ പ്രശ്നം വരിക. എങ്ങനെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഡൗട്ട് തന്നെയാണ്. കാരണം നമുക്ക് പ്രാക്ടീസിലൂടെ തന്നെയാണ് ക്വസ്റ്റ്യൻസിനോട് ഒരു വഴക്കം കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഞാൻ ക്വസ്റ്റ്യൻസേ ചെയ്തിട്ടില്ല. സെക്കൻഡ് റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമുക്കൊരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുക, എന്നാലാണ് നമുക്ക് അതേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഐഡിയ എനിക്ക് യൂസ് ചെയ്യാലോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസിന് നമുക്ക് ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കണം. അപ്പോൾ ആദ്യമൊക്കെ നല്ല ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ അതെല്ലാം സ്വാഭാവികമാണ്, എല്ലാവർക്കും അതുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അത് കൂടുതൽ ചെയ്ത് വരുമ്പോൾ നമുക്കത് ഈസിയായി മാറുള്ളൂ. അല്ലാണ്ട് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് അപ്രോച്ച് ചെയ്താൽ ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല, മാർക്ക് കയറില്ല, പിന്നെ മാർക്ക് നമുക്ക് കുറഞ്ഞ് വരാനുള്ള സാധ്യതയും ഇത് തന്നെയായിരിക്കും. കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിന് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, NCERT വായിക്കണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇനഫ് ടൈം ഉണ്ടോ എന്തായാലും എല്ലാ ചാപ്റ്ററിൻ്റെയും NCERT വായിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മെയിനായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി ആൻഡ് പോയിന്റ്സ് ടു പോണ്ടർ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫിസിക്സിൽ തന്നെ കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ വന്നത് സമ്മറിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറി, പോയിന്റ്സ് ടു പോണ്ടർ ഒന്ന് വായിച്ച് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ NCERT വായിക്കണമെന്ന് വെച്ചാൽ ഫിസിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ കൂടുതൽ പറയാം, ഇപ്പോൾ സമയമില്ലാത്തവരാണ്, അത്രയും ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് ഇതായിട്ട് തോന്നുന്നവരാണെങ്കിൽ ഞാൻ പറയാം എന്തായാലും തിയറി പോലത്തെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആറ്റംസ്, ന്യൂക്ലിയർ അങ്ങനത്തെ ചാപ്റ്റേഴ്സ് നന്നായിട്ട് NCERT വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ NCERT വായിക്കുന്നത് എന്തായാലും നല്ലത് തന്നെയാണ്. എല്ലാത്തിനും നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ NCERT വായിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഫിസിക്സ് അങ്ങനെ വായിച്ചാൽ NCERT വല്ലാതെ പിടുത്തം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ
വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും വായിക്കുക, ഫുൾ വായിക്കുക. അല്ലാത്തവരാണെങ്കിൽ സമ്മറി ആൻഡ് പോയിന്റ്സ് ടു പോണ്ടർ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു മാതിരി എല്ലാം കവർ ചെയ്ത് പോകുന്നതാണ് NCERT. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വെറി ചെയ്യേണ്ടത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും NCERTയിൽ എന്താണോ അതനുസരിച്ച് തന്നെയായിരിക്കും അവർ മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ അങ്ങനെ NCERTയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫിസിക്സിൽ വേണ്ട എന്നാ ഞാൻ പറയുള്ളൂ. പിന്നെ സമ്മറി പോയിന്റ്സ് ടു പോണ്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായാലും ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുമ്പോൾ എന്താണ് പ്രോബ്ലംസ് ആണ് വരിക, എന്നാലും തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി ഓൾമോസ്റ്റ് എല്ലാം വായിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ്, കെമിസ്ട്രിയിൽ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല NCERT വായിക്കാൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി എല്ലാം വായിച്ചിരിക്കാൻ നോക്കുക. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ആയാലും പിന്നെ നമ്മുടെ P ബ്ലോക്ക്, D ആൻഡ് F ബ്ലോക്ക് അങ്ങനത്തെ ഉള്ള ചാപ്റ്ററിൽ എന്തായാലും NCERT വായിക്കണം. മുക്കും മൂലയും മരിച്ച് പറക്കണം ആ ചാപ്റ്റേഴ്സിലൊക്കെ. അപ്പോൾ കെമിസ്ട്രി കുറച്ച് NCERT ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബയോളജിയുടെ പ്രത്യേകം എടുത്ത് പറയേണ്ടില്ല, NCERT തന്നെയാണ് വരുള്ളൂ. അപ്പോൾ കൂടുതൽ ആഴത്തിൽ ഒന്ന് പഠിച്ച് വെക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച് വെക്കുക എന്നുള്ളതാണ് ബയോളജിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ റിവിഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ അവസാനം എല്ലാ ടോപ്പിക്സും എടുത്തു കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുവയ്ക്കുന്നതാണ് ഈ ഒരു റിവിഷൻ എന്ന് പറഞ്ഞ് മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ പഠിച്ചപ്പോൾ സൈലത്തിൽ പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ലായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം അവിടെ ചാപ്റ്റർ വൈസ് എക്സാംസ് ഇങ്ങനെ ഓരോ ഇടയിലും ടോപ്പിക് വൈസ് ആയിട്ടും ചാപ്റ്റർ വൈസ് ആയിട്ടും GABകളായിട്ടും പല രീതിയിൽ നമുക്ക് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ടൈമിൽ ഓരോ ദിവസവും എടുത്തു പോയ ചാപ്റ്റേഴ്സിൻ്റെ എക്സാംസ് ആയിരിക്കും നമുക്ക് അങ്ങനെ ഉണ്ടാവലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിവിഷൻ എന്നുള്ളത് അവസാനത്തേക്ക് മാറ്റി വെക്കേണ്ട ഒരു സംഭവമല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ സൈലത്തിൽ തൃശ്ശൂർ പഠിച്ചപ്പോഴാണ്. അപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം നിങ്ങൾ കൊണ്ടുവെക്കാൻ നിൽക്കരുത്. അത് വളരെ വലിയൊരു മണ്ടത്തരായിട്ട് മാറും. കാരണം നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തോ പഠിക്കുന്നു എന്ന രീതിയിലായിരിക്കും ഈ റിവിഷൻ നമ്മൾ ഇരിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം ഇപ്പോൾ നമ്മൾ ഒരു പഠിച്ച സാധനമാണെങ്കിൽ ഒരു മാക്സിമം ഒരു ദിവസത്തിൽ ഏകദേശം ഒരു 2 മണിക്കൂർ മതി നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടത് 3 സബ്ജക്ട്സും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് നോട്ട്സും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാണ്ട് എല്ലാ ടെക്സ്റ്റിലും എല്ലാം മൊത്തം വലിച്ച് വരെ എഴുതിയിട്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് റിവിഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 2 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യാം, പിന്നെ 4 ദിവസമാക്കുക, പിന്നെ ആഴ്ചയിലാക്കുക, പിന്നെ മന്ത്ലി ആക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് എന്നും ആ ഒരു ടോപ്പിക്ക് നമ്മുടെ മൈൻഡിലുണ്ടാകും. അതുകൊണ്ട് തന്നെ റിവിഷൻ ഒരിക്കലും അവസാനത്തേക്ക് മാറ്റി വെക്കാതെ ഈ ഒരു രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോയാൽ അത് നിങ്ങൾക്ക് ലാസ്റ്റ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാത്തിനെയും കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. അപ്പോൾ റിവിഷൻ അങ്ങനെ പ്ലാൻ ചെയ്യാനാണ് എൻ്റെ ഒരു രീതി. അങ്ങനെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ മോക്ക് എക്സാംസിൻ്റെയൊക്കെ തലേ ദിവസം നമുക്ക് എല്ലാം റിവൈസ് ചെയ്ത് കയറ്റാൻ പറ്റുമെന്നൊന്നും ആരെക്കൊണ്ടും പറ്റില്ല. റോബോട്ടുകൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ റിവിഷൻ അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി നമുക്കൊരു ഓവർലോഡായി തോന്നില്ല. എക്സാമിൻ്റെ തലേ ദിവസം ആയാലും നമുക്ക് അങ്ങനെ തോന്നില്ല, എപ്പോഴും ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാലും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാൻ നോക്കുക. ഇനിയുണ്ട് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇപ്പം എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഞാൻ പറഞ്ഞാൽ അതെന്തായാലും നിങ്ങൾക്ക് ബോറടിയാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. ഞാൻ ഇൻസ്റ്റയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.